ഇങ്ങനെ സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന കോടികളുടെ ആസ്തിയുള്ള ഒരു കടലാസ സംഘടനയുടെ പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ രാജേന്ദ്രൻ വെള്ളപ്പലത്തിൻ്റെ ഭാര്യ വി ഡി സതീശനോടൊപ്പം എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ കൊടുത്തു. ഇത്രയാണ് ഒരു സെൻറ്റൻസ്. അതിനിടയിൽ ഞാൻ പറഞ്ഞത് ഇവരാണ് യു ഡി എഫ് യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറ്. ഈ രണ്ട് സെൻറ്റൻസാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പറഞ്ഞ പോലെ ആദ്യ ആളുകളൊന്നും കണ്ടുമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-29 ലൈക്കൊക്കെ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, ഷാജാനെ തെറ്റി, അത് അയാളുടെ ഭാര്യയല്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാനും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് അയാളുടെ ഭാര്യയല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, 1 അവരോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുക, 2 ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. ഞാൻ ഇട്ട എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് തെറ്റായിപ്പോന്ന് എനിക്ക് മനസ്സിലായി. ഇന്നയാളുടെ ഭാര്യയല്ല. അവരോട് ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, ഞാൻ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. കാരണം ആ കുറ്റം ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഓപ്ഷൻ അത് മാത്രമാണ്. അവരോട് മാപ്പ് പറയുക, പിൻവലിക്കുക. അത് ഞാൻ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറ്റം നിലവിലില്ല. കാരണം ആ കുറ്റം ഞാൻ അംഗീകരിച്ചു, ഞാൻ ക്ഷമ പറഞ്ഞു, ഞാനത് പിൻവലിച്ചു. പക്ഷേ രസകരമായ സംഭവം ഉണ്ടായതെന്നറിയാമല്ലോ, ഞാൻ ആ പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ വനിത എനിക്കെതിരെ പരാതി കൊടുക്കുന്നില്ല. ആ പോസ്റ്റ് പിൻവലിച്ചൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പൊടുന്നതിനെ കൊണ്ടുവന്ന് എനിക്കെതിരെ പരാതി കൊടുക്കുന്നു.